ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഇന്ന് ശരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ നേപ്പാളിലെ. ഇപ്പോൾ നമ്മൾ കാഠ്മണ്ഡു തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നും ഇവിടുത്തെ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൗണ്ടൻ ഫ്ലൈറ്റ് നമുക്ക് ഇന്നലെ മിസ്സായത് നമ്മൾ ഇന്നാക്കി എക്സ്റ്റെൻഡ് ചെയ്തല്ലോ. അപ്പോൾ അത് നമ്മൾ ഇന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ക്ലൈമറ്റിൽ അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ക്ലൗഡിയൊക്കെ ആയിട്ട് തന്നെ ഉള്ളതെന്ന് തോന്നുന്നത്. അറിയില്ല എന്തായി തീരുന്നത്. അപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞാൽ ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്നുള്ളതാണ് സംഭവം. കാരണം ഇത് സക്സസ് ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ മൗണ്ടൻ ഫ്ലൈറ്റ് ഇനി ഇക്കൊല്ലം മത്സരങ്ങളില്ല വരുവാന്. അപ്പോൾ നമുക്ക് മൗണ്ടൻ ഫ്ലൈറ്റ് നമുക്ക് എന്തായാലും മിസ്സാവും. അപ്പോൾ ഈ നേപ്പാളിൽ വന്നിട്ട് ഈ മൗണ്ടൻ ഫ്ലൈറ്റ് എടുക്കുന്നവർക്ക് അത് നല്ലൊരു സീസണിലാണെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ക്ലൈമറ്റ് റെഡി ആണെങ്കിൽ മാത്രമേ അവരത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ടീമിനെ കണ്ടു. അവർ രണ്ട് പ്രാവശ്യം ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഇന്ന് ചെയ്യാൻ വേണ്ടി ഇന്ന് അവിടെ ഉണ്ടാവുമായിരുന്നു. മിക്കവാറും മലയാളികൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നലെയും ഇന്നൊന്നും നമ്മുടെ സൂരജ് ഭായ് ഇല്ലാത്ത കാരണം നമ്മൾ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുക രാവിലെ തന്നെ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്കും പരിപാടികളൊക്കെ അപ്പോൾ അങ്ങനെ തീർന്നു. അമ്പോ അവിടെ നിന്ന് കത്തിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ കണ്ടോ, മുന്നിൽ വാണം വിട്ട പോലെയാണ് പോണേ. ഇങ്ങനെ ഒരു നടത്തം തീർന്ന് നടന്നില്ല അല്ലേ. അമ്പോ നമ്മളിവിടെ ക്രോസ് ചെയ്യണോ? ഇവിടെ ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഈ ഭാഗത്തെ ഇവിടെ ഭയങ്കര ആളുകൾ, ഭയങ്കര തിരക്കാണ് ഇവിടെ എപ്പോഴും. ഇപ്പോൾ ഈ രാവിലെ ഈ 5 മണിക്ക് പോലും ഭയങ്കര തിരക്കാണ്. കാരണം എനിക്കൊന്നും ഇവിടുന്ന് ഇന്ത്യക്കും ബാക്കിയുള്ള അടുത്തുള്ള രാജ്യത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരെ അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ അല്ലേ. ഫ്ലൈറ്റ് കുറേ ആൾക്കാർ പോകുന്നുണ്ടോ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ ടെർമിനലാണ്. നമുക്ക് മുകളിൽ ഡൊമസ്റ്റിക് ടെർമിനലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചും കൂടെ വൈകിട്ടാണ് വന്നത്. കാരണം നമുക്ക് അറിയാലോ കാര്യങ്ങൾ. അത് കാരണം നമ്മൾ വന്നപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മറ്റേ ബോർഡിംഗ് പാസ് സെക്യൂരിറ്റി ചെക്കും ബോർഡിംഗ് പാസ് കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബോർഡിംഗ് പാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ രാത്രി പിന്നെ നമ്മളതുപോലെ തമിഴിൽ പോയിട്ട്, തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഠ്മണ്ഡുവിലെ വലിയൊരു എന്താ പറയുക ഒരു പാർട്ടി മൂഡിലുള്ള ഹാപ്പനിങ് പ്ലേസ് ആട്ടോ. അവിടെ ഫുള്ള് പബ്ബുകളും മസാജ് സെൻ്ററുകളും ഇതുപോലെ ഫോറിനേഴ്സിനുള്ള ഒരുപാട് ഷോപ്പിംഗ് സ്ഥലങ്ങളും അങ്ങനെ കഫേകളും എല്ലാം ആയിട്ടുള്ള ഒരു ഭയങ്കര വലിയ ഇവിടുത്തെ ഒരു പാർട്ടി ഡെസ്റ്റിനേഷൻ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതാണ് തമൻ. പിന്നെ നമ്മളവിടുന്ന് പാർട്ടി ഗ്രാമം എന്നാണ് തിരുവേരി പറയുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി അവിടെ നിന്നൊരു ടാക്സിയിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ നേരെ റൂമിൽ വന്ന് പിന്നെ ഫുഡൊക്കെ അടിച്ച് കടന്നുറങ്ങായിരുന്നു. പിന്നെ എല്ലാവരും അത്യാവശ്യം നല്ല നടന്ന് ടയേർഡായതായിരുന്നു. അപ്പോൾ നമ്മളാ മലയാളികൾ എന്ന് പറഞ്ഞ ടീം ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അവരും നമ്മളവിടെ മറ്റേ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇന്നും കൂടെ നമുക്ക് നോക്കാം നടക്കുമെന്ന്. പിന്നെ ഇവിടെ കുറേ ലോക്കൽ എയർവേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സുമിറ്റ് എയർ, ടാര എയർ, സിത എയർ, നേപ്പാൾ എയർലൈൻസ്, പിന്നെ നമ്മൾ ഈ മൗണ്ടൻ ബുക്ക് ചെയ്തിട്ടുള്ള യതി എയർലൈൻസ്, പിന്നെ ബുദ്ധ എയർലൈൻസ്, അങ്ങനെ കുറേ കമ്പനികൾ മറ്റേ ഇതും ചെയ്യുന്നുണ്ട്. മൗണ്ടൻ സർവീസ് ഈ ഫ്ലൈറ്റ് സർവീസ് ചെയ്യുന്നത് ഈ യതിയും ബുദ്ധയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടുന്ന് ഈ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് പോകുന്ന ആളുകളെ കൊണ്ടുപോകുന്ന യുക്ല എന്ന് പറയുന്ന അവിടേക്ക് കുറേ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് എന്ന് പറയുന്നത് വലിയ വേറൊരു പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും ഇതിനുള്ളിലുള്ള സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, അവിടേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഉണ്ട്. അതുപോലെ ഇന്നലെ നമുക്ക് 301 ആയിരുന്നു ഫ്ലൈറ്റ്. YT DS 302 ആണ് ഇന്നലെ 1 ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ആദ്യം വിളിച്ചിരുന്നത് ഈ 302ൻ്റെ ആൾക്കാരെ വിളിച്ചിരുന്നു കേട്ടോ. ചിലപ്പോൾ ഒരു ഫ്ലൈറ്റൊക്കെ അവർ ആളെ കയറ്റിയിട്ടേ കയറി നോക്കിയിട്ട് ക്ലൈമറ്റ് ക്ലിയർ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇറക്കും. എന്നാലും
പൈസ റീഫണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ പക്ക പരിപാടി നടന്നെങ്കിൽ മാത്രമേ ഫുള്ള് എവറസ്റ്റിനെ കാണാൻ വേണ്ടി പറ്റിയെങ്കിൽ മാത്രമേ ഇവർ നമ്മുടെ നിന്ന് പൈസ എടുക്കുകയുള്ളൂ. നമ്മുടെ കാരണത്താൽ ഇതെന്തെങ്കിലും കാരണത്താൽ ക്യാൻസലായെങ്കിൽ നമുക്ക് പൈസ നഷ്ടപ്പെടുള്ളൂ. അതല്ല നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഒരു 800 രൂപ പോയിട്ട് ഒരു എത്ര മണിക്കൂറിന് ഒരു 24 മണിക്കൂർ അങ്ങനെ എത്ര മണിക്കൂർ മുന്നേ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 800 രൂപ പോയിട്ട് ബാക്കിയൊക്കെ റീഫണ്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 302-ൻ്റെ നമ്മളിപ്പോൾ വന്ന ഉടനെ തന്നെ നമുക്ക് 302 അടിച്ചു തന്നത്. അപ്പോൾ ഈ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ആരും കാണാറില്ല. അവിടെ ഡിസ്പ്ലേയിൽ 302 പിന്നെ വിളിച്ചോ ഇല്ലത് പറയുന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറങ്ങി ഇവിടെ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കാം. ആളടുത്ത് ഇവിടെ ചോദിച്ചപ്പോൾ അപ്പോൾ ബോർഡിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോർഡിങ് ചെയ്ത് ഇതിൽ ബസ്സിൽ ഇനി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇതിലൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് വരെ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലൊന്ന് കയറിയിട്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് ക്ലൗഡിയാണ്. ചിലപ്പോൾ ഇത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്ക് പോയി നോക്കാം അല്ലേ ചേട്ടാ? പ്രതീക്ഷയാണല്ലോ നമ്മളെ. പൊൻകിരണങ്ങൾ വരട്ടെ. എന്തായാലും നമ്മുടെ ഈ ബസ്സിലേക്ക് ബോർഡിങ് ചെയ്യാനുള്ള ബസ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടുണ്ട്. കുറെ എല്ലാവരും പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ്. അതും വേണം. അവിടെ ചെറുതായിട്ടൊരു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് ക്ലൗഡ് കുറച്ച് പോയ പോലെ. അത് കാരണം ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പ്രതീക്ഷയുടെ പൊൻകിരണം ആണ്. പ്രതീക്ഷയുടെ പൊൻകിരണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ശ്രീ എയർലൈൻസിൻ്റെ ഒരു വണ്ടി ഇവർ കഴുകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇതും മൗണ്ടൻ ട്രിപ്പ് എടുക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മുടെ വണ്ടി ഇതായി മുന്നിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ ഫ്യൂലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് വിചാരിക്കണം. അതിൽ ഫ്യൂല് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ഈ സർവീസ് വീണ്ടും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധയർ ഒരു ഫ്ലൈറ്റ് പോയിരുന്നു. അവർ കാണാതെ തിരിച്ചു പോന്നു. അത് കാരണം നമ്മൾ പിന്നെ ഫ്ലൈറ്റ് കയറാതെ തിരിച്ചു പോകണിന്. അപ്പോൾ അത് കഴിഞ്ഞ് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ഇല്ല പാട്ട് മത്സരം കഴിഞ്ഞ് ഇനി ഈ വർഷം ഒന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ നമ്മൾ മുറിച്ച് മറ്റേ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അതുവരെ പോയിട്ടുണ്ടായിട്ടാണ്. പക്ഷേ കാര്യം ഉണ്ടായില്ല. അപ്പോൾ അത് ക്യാൻസലായി. അപ്പം ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഇനി പിന്നീട് എപ്പോഴേലും നമുക്ക് നേപ്പാളിൽ വന്നിട്ട് ഈ സാധനം പിടിക്കാം. അപ്പം ഇനി നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി. സൗരഭ് ഭായില്ലേ? സൂരജ് ഭായി. അപ്പോൾ അങ്ങനെ അത് ക്യാൻസലായി. ഇനി നമ്മൾ ഇന്ന് റൂമിൽ പോവാം. നമ്മൾ പാക്ക് ചെയ്യാനുള്ളതൊക്കെ പാക്ക് ചെയ്യാം. പിന്നെ നമുക്ക് 1:30-ക്കാണ് നമുക്ക് നാട്ടിലേക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ്. അതും ഈ എയർപോർട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ ഇന്റർനാഷണൽ ടെർമിനല് അതുണ്ടാവില്ല. അതിന് പിന്നെ ക്ലൈമറ്റ് ഒന്നും പ്രശ്നമില്ലല്ലോ. ഐ മീൻസ് വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് പരിപാടികൾ. അപ്പൊ നമ്മൾ റൂമിൽ തന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ അവസരങ്ങൾ എന്നിട്ട് പറയാണ്ട് ഈ അവസരങ്ങൾ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാല് ചിലവടത്ത് ശരിയാവും, ചിലവടത്ത് നമ്മളത് ശരിയായിട്ടില്ല. 2 പ്രാവശ്യം വന്നിട്ട് ശരിയായില്ല. 2 പ്രാവശ്യം വന്നിട്ട് ശരിയായില്ല. ശരിയാവാത്ത ഒരു ടീം ഉണ്ടായിരുന്നു. അവർ പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മള് അപ്പൊ നമ്മുടെ ഈ നേപ്പാൾ ട്രിപ്പിന്റെ ശരിക്കും ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ് ഈ സംഭവിച്ചത്. ആക്ച്വലി നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് 1:45-നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 11 മണിക്ക് തന്നെ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നടന്നു വരാവുന്ന ഒരു 10 മിനിറ്റ് നടക്കാവുന്ന വരുള്ളൂ. നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ എയർപോർട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സൂരജ് ഭായി, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വണ്ടി ഉണ്ടായിരുന്ന സൂരജ് ഭായി. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ സത്യം പറയാൻ മനസ്സിൽ വിചാരിച്ചാണ് എയർപോർട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് ആൾക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആളുടെ ടാറ്റ ബൈ ബൈ പറയണം, നമ്മൾ നേപ്പാളിൽ നിന്ന് പോകണമെന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. അത് വിചാരിച്ച് നമ്മൾ നടന്നു വരുന്ന വഴി റൂമിൽ നിന്ന് കുറച്ചിങ്ങ് കയറി വന്നപ്പോൾ വളരെ അവിചാരിതമായിട്ട്, അതിന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കറിയില്ല, പക്ഷേ ഉള്ളൊരു സംഭവമാണ്. വളരെ അവിചാരിതമായിട്ട് നമ്മളിതേ വീണ്ടും നമ്മുടെ സൂരജ് ഭായിനെ, അപ്പോൾ സൂരജ് ഭായിനെ നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആൾ നിങ്ങൾ പോയില്ല ഇതുവരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കയറി വണ്ടിയിൽ കയറി. ഇപ്പോൾ ആളുടെ വണ്ടിയിലാണ് നമ്മളുള്ളത്. നമ്മളെല്ലാവരും ആളുടെ വണ്ടിയിൽ. ആരെ ബാക്കിലൊരാളെ കാണില്ല, അനൂപ്, അനിയൻ. നമ്മളൊരു വണ്ടിയൊന്നും ബാക്കിൽ ലഗേജ് ഒന്നും ബാക്കിലേക്ക് വെക്കാൻ വേണ്ടി വന്നിട്ടില്ല. മടിയിൽ തന്നെ വെച്ചിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ഇനി എയർപോർട്ടിലേക്ക്. അപ്പോൾ ആളുടെ വണ്ടിയിൽ ആൾ കൊണ്ടുപോയി വിട്ടുതരാറുണ്ട്. നമ്മളതിനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നമ്മൾ മറ്റേ ഫ്ലൈറ്റ് മൗണ്ടൻ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആയെങ്കിലും ഈ ഒരു സംഭവം ശരിക്കും ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷം തന്നു. അങ്ങനെ ഒരു അനുഭവമായി എന്തായാലും. सूरज भाई आप क्यों इधर वापस आए आप? तो भाई है ना, हाँ तो भाई आ रहा है दुबई से, हाँ इसलिए आए हैं। हाँ ആളുടെ പിന്നെ പയ്യനെ കൂട്ടാൻ വേണ്ടി വന്നായിരിക്കണം എന്നാ പറയുന്നത്. एग्जैक्ट बस है, इसलिए मैं उधर जा रहा है। സർപ്രൈസ് ഏരിയ. मैं तो यार मदद चुका है आप। അപ്പൊ നമ്മൾ വീണ്ടും എയർപോർട്ടിന്റെ എൻട്രൻസ് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് എന്തായാലും പറയാനുള്ളത്, അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ നേപ്പാൾ യാത്രയിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമ്മള് ഫ്ലൈറ്റ് കയറി നേരെ ബാംഗ്ലൂർക്ക് പോകും. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നമ്മൾ ട്രെയിൻ കയറി നാട്ടിലേക്ക് പോകും. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ നേപ്പാൾ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ നേപ്പാൾ യാത്രയുടെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലൊക്കെ നേപ്പാളിൽ വരികയാണെങ്കിൽ നമ്മൾ വന്ന രീതി ഇതാണ്. പല രീതിക്കും വരാം നേപ്പാളിൽ. ചിലപ്പോൾ ഇതിനൊക്കെ കുറഞ്ഞ കാശിന് വരാം, കൂടിയ കാശിന് വരാം, എല്ലാം വരാം. അപ്പോൾ നമ്മൾ ചെയ്ത രീതി എന്തായാലും ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫുള്ള് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉപയോഗം. അപ്പോൾ നമ്മൾ ഈ നേപ്പാൾ യാത്രയുടെ വിശേഷങ്ങളായിട്ടുള്ള ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. बाय बाय.